വി ഡി സതീശൻ്റെ യാത്ര, പുതുയുഗ യാത്ര ഇന്ന് പാലക്കാട് ജില്ലയിൽ കയറുകയാണ്. ഓരോ ജില്ലയിൽ ചെല്ലുമ്പോഴും കുറേ വിസ്മയങ്ങൾ ഉണ്ടാകുന്നു. വിസ്മയം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ വിസ്മയമാണ് കൂടുതലും കേട്ടോ. ഗ്രൗണ്ടിൽ എത്ര വിസ്മയം ഉണ്ടെന്നുള്ളതറിയില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് യോഗങ്ങൾ മൊത്തത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യം എവിടെയാണ്? മൊത്തത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ പാണക്കാട് തങ്ങളുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ സ്വാധീനം എവിടെയാണ്, അല്ലെങ്കിൽ സാന്നിധ്യം എവിടെയാണ്? കേരള കോൺഗ്രസിൻ്റെ ശക്തമായ സാന്നിധ്യമാണ്. CP ജോൺ പല യോഗങ്ങളിലും ഉണ്ടെന്ന് തോന്നുന്നു. CM ഇവിടെ നമ്മുടെ ഇതിൻ്റെ CMPയുടെ രമയും ചില യോഗങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ സമഗ്രമായി എല്ലാവരും എല്ലാ യോഗങ്ങളിലും ഉണ്ടോ? പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടോ മലബാറിൽ? രണ്ടാമത് സംഭവിക്കുന്നൊരു കാര്യം, കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിലെ ഒരു സമ്മേളനത്തിൽ വി ഡി സതീശനെ ഈ തറയിൽ നിൽക്കാൻ പറ്റാതെ പൊക്കിക്കൊണ്ട് ആളുകളുടെ കൈവച്ച് പൊക്കി അങ്ങ് സ്റ്റേജിൽ കൊണ്ടുപോവുകയായിരുന്നു. പ്രിയപ്പെട്ട വി ഡി സതീശൻ, നിങ്ങളിതിൽ വീഴരുത്. കാരണം കേരളത്തിൽ മഹത്തായ ഒരുപാട് മുഖ്യമന്ത്രിമാരിരുന്ന കസേരയിലേക്ക് കൂടിയാണ് താങ്കളും മത്സരിക്കുന്നത്. ഞാൻ താങ്കളും എന്ന് പറയാൻ കാര്യം, താങ്കളാണോ രമേശ് ചെന്നിത്തലാണോ കെ സി വേണുഗോപാലാണെന്ന് ഫൈനലൈസ് ചെയ്തിട്ടില്ലല്ലോ. താങ്കൾ തന്നെ പറയാണല്ലോ ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറയും, താങ്കളും മത്സരിക്കുകയാണ്. താങ്കൾ മത്സരിക്കുമ്പോൾ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കണം. കരുണാകരനും ഉമ്മൻചാണ്ടിയും അതുപോലെ AK ആൻ്റണിയൊക്കെ ഇരുന്ന വലിയ ബൃഹത്തായ വലിയ പാരമ്പര്യമുള്ളവർ ഇരുന്ന കസേരയിലേക്കാണ് താങ്കൾ നടന്നു നീങ്ങുന്നത്. അതുകൊണ്ട് ഈ PR ഗിമ്മിക് പരിപാടികൾ ചെയ്യരുത്. താങ്കളെ പേരാമ്പ്രയിൽ ആദ്യത്തെ ആൾ പൊക്കിയെടുത്തപ്പോൾ തന്നെ മര്യാദയ്ക്ക് മാറുന്നില്ലടാന്ന് പറഞ്ഞ് താങ്കൾ നടന്നു പോകണമായിരുന്നു. താങ്കൾ നേതാവാണ്. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെറിയ നേതാവായി, കുട്ടി നേതാവായി ഇറങ്ങുന്നുണ്ട്. അത് പാടില്ല. ഒന്നാമത്തെ കാര്യം. കാരണം പാർട്ടി കോൺഗ്രസ്സാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും ഇത് അനുവദിക്കത്തില്ല. പിന്നെയല്ലേ കോൺഗ്രസ്സിൽ ഒട്ടും ഇത് അനുവദിക്കത്തില്ല. കോൺഗ്രസ്സുകാർ നിങ്ങളെപ്പോൾ ഒന്നും പറയത്തുമില്ല. താങ്കൾക്ക് ഈ സോഷ്യൽ മീഡിയയിലും മനോരമയുടെ വാർത്താ താരമായതും സോഷ്യൽ മീഡിയയിൽ ഈ ബഹളം ഉണ്ടാക്കുന്നതും വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അത് കോൺഗ്രസ്സുകാരുടെ സംഘടനാ പ്രവർത്തനത്തിൽ പ്രതിഫലിച്ചില്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും, വലിയ പണി കിട്ടും. ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും കാര്യം വലിയ വാട്ടർലൂ ആകും. അവിടെ മറ്റ് പാർട്ടികൾ, BJP അടക്കമുള്ള പാർട്ടികൾ കയറി നിൽക്കും. ഇനി അടുത്തൊരു ചോദ്യമുള്ളത്, വി ഡി സതീശനോട് ചോദ്യമുള്ളത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 ദിവസത്തെ പഠന കോൺഗ്രസ് നടത്തുന്നു. ഫെബ്രുവരി മാസത്തിൽ പഠന കോൺഗ്രസ് നടത്തുന്നു. വ്യത്യസ്തമായ പരിപാടികൾ നടത്തുന്നു. അവർ കോൺക്ലേവ് നടത്തുന്നു. വിഷൻ 2031 നടത്തുന്നു. സർക്കാരും പാർട്ടിയും വലിയ സന്നാഹമാണ് ഒരുക്കുന്നത്. എന്താണ് UDFൻ്റെ പരിപാടി? നിങ്ങൾ ഇൻഡസ്ട്രിയൽ കോൺക്ലേവ് നടത്തി, ഹെൽത്ത് കോൺക്ലേവ് നടത്തി, അതൊക്കെ രഹസ്യമായ വലിയ പബ്ലിസിറ്റിയൊന്നുമില്ലാതെ, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് പുറത്തിറക്കാതെ നിങ്ങൾ പരിപാടി നടത്തി. അതിൻ്റെ ഡോക്യുമെൻ്റ് എവിടെയാണ്? പബ്ലിക് സ്പിയറിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് എവിടെയാണ്? പിന്നെ ഗോത്ര കോൺക്ലേവ് നടത്തുന്നു. നിങ്ങൾ കുറച്ച് പേര് AC റൂമിൽ കൂടിയിരുന്ന് കുറച്ച് പേര് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഈ നാട്ടിലൊരു മാറ്റം ഉണ്ടാവാനില്ല. അതിൻ്റെ റിസൾട്ട് എവിടെയാണ്? അതിൻ്റെ ഡോക്യുമെൻ്റ് എവിടെയാണ്? എന്താണ് മാനിഫെസ്റ്റോയ്ക്ക് പുറമെ, കേരളത്തിലെ നിങ്ങൾ വയ്ക്കുന്ന പ്രകടന പത്രികയ്ക്ക് പുറമെ കേരളത്തിൻ്റെ വിഷനെക്കുറിച്ചുള്ള പുതിയ യുഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എവിടെയാണ്? നിങ്ങളുടെ വിഷൻ എന്താണ്? നിങ്ങളുടെ മിഷൻ എന്താണ്? നിങ്ങളുടെ പ്രയോറിറ്റി ഏത് ഏരിയയാണ്? നിങ്ങൾക്ക് കേരളത്തിലെ ലാൻഡ് ആൻഡ് വാട്ടർ മാനേജ്മെൻറ്റിൽ പരിപാടിയുണ്ടോ? കേരളത്തിൻ്റെ ക്ലൈമാറ്റ് ചേഞ്ചിൽ നിങ്ങൾക്ക് പരിപാടിയുണ്ടോ? കാർബൺ ന്യൂട്രൽ ആക്കുന്നതിൽ നിങ്ങൾ പരിപാടിയുണ്ടോ? അതുപോലെ തന്നെ ഇവിടുത്തെ വാട്ടർ മാനേജ്മെൻറ്റിൽ പരിപാടിയുണ്ടോ? ഇവിടുത്തെ പരമ്പരാഗത വ്യവസായത്തെ രക്ഷിക്കുന്നതിൽ പരിപാടിയുണ്ടോ? ഇവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാതെ സ്വദേശത്ത് പഠിക്കാൻ നിങ്ങളുടെ പരിപാടി എന്താണ്? PSC ലിസ്റ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന രാഗത്ത് ഒരു വാളപ്പോലും പോസ്റ്റ് ചെയ്യാതെ PSC ലിസ്റ്റുകൾ ക്യാൻസൽ ചെയ്യുന്ന ഈ സംസ്ഥാനത്ത് 45 ലക്ഷം വരുന്ന 45 ലക്ഷം വരുന്ന യുവതികൾക്ക് ജോലി കൊടുക്കാനുള്ള നിങ്ങളുടെ പദ്ധതി എന്താണ്? ഇവിടെ കൈത്തറി, കശുവണ്ടി തുടങ്ങിയ പരമ്പരാഗത മേഖലകളെല്ലാം കുത്തഴിഞ്ഞ് കിടക്കുന്നു. അവരെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ പാക്കേജ് എന്താണ്? തീരദേശത്തെ ആളുകളുടെ പാക്കേജ് എന്താണ്? മലയോര പ്രദേശത്തെ ആദിവാസികളെ രക്ഷിക്കാനുള്ള പാക്കേജ് എന്താണ്? ഇടനാട്ടിലെ പാക്കേജ് എന്താണ്? വെള്ളപ്പൊക്കം പോലുള്ള, പ്രളയം പോലുള്ള, ഉരുൾപൊട്ടൽ പോലുള്ള പരിപാടികൾക്കെതിരെയുള്ള പ്രതിരോധത്തിൻ്റെ പാക്കേജ് എന്താണ്? ഇതറിയാനും പറയാനുമാണ് വി ഡി സതീശൻ വേദികൾ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരാൾ, പ്രേംകുമാർ വരുന്നു, ഒരു സുരേഷ് വരുന്നു, അല്ലെങ്കിൽ ചേർത്തല ജയൻ വരുന്നു, അതൊക്കെ വന്നോട്ടെ. അതെല്ലാം ഗിമ്മിക് പരിപാടികളായിട്ട് ജനങ്ങൾ വിലയിരുത്തിയാൽ, ഒരു വശത്ത് സംഘടന ഇല്ലാതായാൽ, സംഘടനയ്ക്കകത്ത് നിങ്ങളൊരാൾ രൂപമായി ബിംബമായി വളരുമ്പോൾ ഒരുപാട് ആളുകൾ നിങ്ങളെപ്പോലെയും നിങ്ങളെക്കാൾ സീനിയറായിട്ടുള്ള, താങ്കളെക്കാൾ സീനിയറായിട്ടുള്ളവരുണ്ട്.
അവരുടെ ഇടയിൽ ഗ്രൂപ്പും ബഹളമൊക്കെ ആയാൽ UDF അടപടലം പൊട്ടും. ഇത് താങ്കൾ മനസ്സിലാക്കിയിരിക്കണം. തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല, പാലക്കാട് ഇനിയും പകുതി സമയമുണ്ട് തിരുവനന്തപുരത്ത് എത്താൻ. അടിയന്തരമായി താങ്കൾ തിരിഞ്ഞു പോകണം. താങ്കൾ ഈ തൃക്കാക്കരയിൽ ജയിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ളവർ പൂമാലയും നിന്നുകൊണ്ട് ക്യാപ്റ്റൻ എന്ന് വിളിച്ചു പോയപ്പോൾ താങ്കൾ പറഞ്ഞു ഞാൻ ക്യാപ്റ്റനുമല്ല കപ്പിത്താനുമല്ല. പക്ഷേ അവിടെ നിന്ന് കുറച്ചുകൂടി മാറി നിങ്ങൾ PR-കാരുടെ ഈ ഇടയ്ക്ക് എത്തി PR-കാർ ചുറ്റും നിന്ന് താങ്കൾക്ക് ചുറ്റും തീയിട്ട് താങ്കൾ അതിൽ പാതി വെന്ത് നിൽക്കുകയെന്ന ഒരു രൂപമാണ് പേരാമ്പ്രയിൽ കണ്ടത്. ഇത് സതീശൻ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനോട് എല്ലാ ബഹുമാനവും നിലനിർത്തി പറയട്ടെ, അതിൽ ഈ പത്മവ്യൂഹത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. 2 കാര്യങ്ങൾ കേരളത്തിൽ സംഭവിക്കണം. ഒന്ന്, ഞാനീ പറഞ്ഞ PR പത്മവ്യൂഹത്തിൽ നിന്നും സോഷ്യൽ മീഡിയ പത്മവ്യൂഹത്തിൽ നിന്നും ഈ മുട്ടനും ബൈറ്റ് കൊടുക്കുന്ന പരിപാടിയിൽ നിന്നും താങ്കൾ പുറത്തു വരണം. KPCC പ്രസിഡന്റ് ഇവിടെ ഒരു UDF കൺവീനറുണ്ട്. എവിടെയാണുള്ളത്? അടൂർ പ്രകാശ്. മുൻ UDF കൺവീനർമാരുണ്ട്, വലിയ സീനിയർ നേതാക്കളുണ്ട്. അവരെ പോലെയുള്ള പിന്നെ UDF-ന് ഒരു ചെയർമാനെ വെച്ചിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ രമേശ് ചെന്നിത്തല വെച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകൾ ബൈറ്റുകളൊക്കെ കൊടുക്കട്ടെ. താങ്കൾ ഇതിൻ്റെ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ ഓരോ സ്ഥലത്തും വരുന്ന കേവല ആൾക്കൂട്ടത്തിനപ്പുറം UDF-നെയും കോൺഗ്രസിലെയും താഴെത്തട്ടിലുള്ള സംഘടനകളെ ചലിപ്പിക്കാനുള്ള എന്ത് പരിപാടി ഇട്ടുകൊണ്ടാണ് താങ്കളുടെ ജാഥ വരുന്നത്? 2, ഞാനീ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യം, കടലോരം മുതൽ കായലോരം മുതൽ പിന്നെ പർവ്വതങ്ങൾ വരെ മലയോരം വരെയുള്ള പ്രദേശത്തിൻ്റെ ഓരോ പ്രദേശത്തെയും ജനങ്ങളുടെയും ഈ സംസ്ഥാനത്തെ വ്യത്യസ്ത കുഞ്ഞുങ്ങൾ മുതൽ സീനിയർ സിറ്റിസൺ വരെയുള്ള ഓരോ വിഭാഗം ജനങ്ങളുടെയും പാക്കേജ് എന്താണ്, അവരെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്താണ്? പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇന്ത്യയിൽ ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി? ഇപ്പോൾ ആരാ നിങ്ങളുടെ നേതാവെന്ന് ചോദിക്കുന്നില്ല. 2-3 നേതാക്കളുണ്ട്, സമ്മതിച്ചു. താങ്കളുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, പിന്നെ VD സതീശന് പുറമെ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, പിന്നെ ശശി തരൂർ, ഒരു വള്ളം ആളുകളുണ്ട് മുഖ്യമന്ത്രിയാകാൻ. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ എന്താ നിങ്ങളുടെ പരിപാടി? ഇത് വളരെ ഗുരുതരമായൊരു ചോദ്യമാണ്, ഗൗരവമായ ചോദ്യം. ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കൂട്ടം പലതും പറഞ്ഞു തരും. PR വർക്ക് ചെയ്യുന്നവർ കയ്യടിക്കും, അങ്ങ് രാജാവാണെന്ന് പറഞ്ഞു തരും. അതിൽ അങ്ങ് വീഴരുത്. വീണതാണ് പേരാമ്പ്രയിൽ കണ്ടത്, പല വേദികളിലും കണ്ടത്. താങ്കൾ ഒരു വേദിയിൽ പടക്കം പൊട്ടിക്കുന്ന കണ്ടുകൊണ്ട് താങ്കൾ ബഹളം ഉണ്ടാക്കുന്ന കണ്ടു. താങ്കൾ പിണറായിക്ക് പഠിക്കരുത്. താങ്കൾ അവിടെ 2 മിനിറ്റ് ഇരുന്നിട്ട് പടക്കം കഴിഞ്ഞ് പറഞ്ഞതുകൊണ്ട് ചന്ദ്രൻ താഴെ വരികയുമില്ല, സൂര്യൻ മേലോട്ട് പോവുകയുമില്ല. താങ്കൾ എന്തിനാണ് അസ്വസ്ഥപ്പെടുന്നത്? താങ്കൾ അസ്വസ്ഥപ്പെടുന്നത് ഒരു PR വർക്ക് നേതാവിൻ്റെ ലക്ഷണം കാണിക്കുന്നു. അത് വേണ്ട. അതിന് പകരം അവിടെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയല്ലേ, നേതാക്കൾ സംസാരിക്കാനായിട്ട് നേതാവിനെ വിളിക്കുമ്പോൾ പടക്കം പൊട്ടും. 2 മിനിറ്റോ 3 മിനിറ്റോ പടക്കത്തിനുണ്ടെങ്കിൽ 5 മിനിറ്റ് ആവട്ടെ, അത് പൊട്ടട്ടെ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ താങ്കൾക്ക് ആദരവ് തരുന്നതിനല്ലേ അത് ചെയ്തത്? അതില്ലാതെ അവിടെ എല്ലാം ബഹളമുണ്ടാക്കി താഴെത്തട്ടിലെ പ്രവർത്തകരുടെ ആത്മവിശ്വാസം തകർത്തതിന് ശേഷം തെരഞ്ഞെടുപ്പിന് ചെന്നാൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ വനവാസത്തിന് പോകുമെന്ന് താങ്കൾ പറഞ്ഞത് ചെയ്താലും ഇല്ലെങ്കിലും ജനങ്ങൾ വനവാസത്തിന് അയക്കും. അങ്ങനെ വരാതിരിക്കട്ടെ. താങ്കൾ PR ആത്മവിഭാഗത്തിൽ നിന്ന് പുറത്തു വരിക, അതുപോലെ പരിപാടികൾ എന്താണെന്ന് പ്രഖ്യാപിക്കുക, സംഘടനയെ ശക്തമായി ചലിപ്പിക്കുക.